ഇപ്പൊ ചാക്കോച്ചൻ അല്ലാണ്ട് വേറെ കുറച്ച് പേരെയും അനുകരിക്കാൻ നോക്കിന്ന് പറഞ്ഞല്ലോ, ഇതാരൊക്കെയായിരുന്നു? നമ്മുടെ ദുൽഖർ, പിന്നെ വിനയ് ഫോർട്ട്, സൈജി കുറുപ്പ്, പിന്നെ ഞാനിപ്പോ പിണറായി വിജയന്റെ സാറിന്റെ വോയിസ് ഒക്കെ പഠിക്കുന്നുണ്ട്, പിന്നെ ജയസൂര്യ സാറിന്റെ വോയിസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറെ. വേറെ ആരെങ്കിലും വോയിസ് ഇപ്പൊ ട്രൈ ചെയ്തിട്ടും കിട്ടാണ്ടിരിക്കേ, അല്ലെങ്കിൽ കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വിജയ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സൗണ്ട് ഞാൻ ചിലപ്പം കിട്ടത്തില്ല, ചിലപ്പം എന്തോ ഒരു ഇത്. ഞാൻ എന്തായാലും പഠിക്കും അത്. എന്താ അറിയില്ല, നമ്മൾ മിക്കവരും ചോദിക്കുന്നവര് പറയാറുണ്ട് വിജയിന് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വിജയ് ഫാനും കൂടെ ആണോ? അതെ, എനിക്ക് വിജയ് തമിഴ് പടത്തിൽ വിജയാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ട്രൈ ചെയ്തിട്ടുണ്ട് ആളുടെ സൗണ്ട് എടുക്കാന്? ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് ചിലതൊക്കെ റെഡി ആവുന്നത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോകും. ഈ സൗണ്ട് അനുകരിക്കുമ്പോൾ അവരുടെ മോഡുലേഷന്റെ ഒപ്പം തന്നെ ഇമോഷൻസും കൂടെ കൊടുക്കണല്ലോ. ഇപ്പോ ഇവര് നടന്മാരാണല്ലോ ഇവരെല്ലാരും. അപ്പൊ അവരൊരു സിറ്റുവേഷൻ, നമ്മളെന്തായാലും അവര് ഒരു സിനിമയിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ സംസാരിക്കുക. അപ്പൊ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ അത് ഇമോഷൻ ആയിരിക്കാം, സാഡ്നെസ് ആയിരിക്കാം, ആങ്കർ ആയിരിക്കാം, അങ്ങനെ പല പല ഇമോഷൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ അതെങ്ങനെ ആ ഒരു മോഡുലേഷൻ ഹാൻഡിൽ ചെയ്യാറ്? ഇപ്പൊ നമ്മൾ നേരത്തെ കാലത്തുള്ള മിമിക്രിക്കാരെന്ന് പറയുമ്പോൾ അവർ സിനിമ ഡയലോഗാണ് കൂടുതൽ പഠിച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഇന്റർവ്യൂ വോയിസ് ആണെങ്കിലും ലൈവ് വോയിസ് ആണ് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളത്, കാരണം എനിക്ക് ലൈവായിട്ട് സംസാരിക്കുന്ന ഇഷ്ടം. അപ്പൊ ഇപ്പൊ ഞാൻ പറയുവാണ്, ചാക്കോച്ചൻ ഒരു ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു ഇമോഷനിൽ സംസാരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്തതാണോ? അദ്ദേഹത്തിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് എന്ത് പറയാലും, നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പൊ നല്ല മഴയൊക്കെയാണ്, അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പൊ ഈ പൊതുവെ നമ്മൾ ഈ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളെ കൊണ്ട് നമ്മളിങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വിളിപ്പിക്കാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ആക്ച്വലി അത് ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പറ്റിക്കാനല്ല, ചില കൂട്ടുകാർ പറയും, ഇപ്പൊ അവരുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വരുന്ന സമയത്ത്, ഇപ്പോൾ എന്താ പറയുക, അവരുടെ ലവേഴ്സിന്റെ ഒക്കെ ആയിരിക്കും. അപ്പൊ എന്നോട് പറയണ്ട ഒന്ന് പറയാൻ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ പറയാറുണ്ട്, ഇപ്പൊ പറയത്തില്ല. ഇപ്പൊ പറയാൻ സീനാവും. ശരി, തെറ്റാണ്. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാണ്. ഇപ്പൊ എന്റെ കൂട്ടുകാര്, ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ മിമിക്രി ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ, അവര് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാറില്ല. കുറെ എന്തായാലും റിക്വസ്റ്റ് ചോദിക്കും ആൾക്കാർ, ഞാൻ ചെയ്യാറില്ല. അപ്പാർട്ട് ഫ്രം മിമിക്രി അഭിനയിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്, ഞാൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അഭിനയം ആഗ്രഹമാണല്ലേ? അഭിനയം ആഗ്രഹമാണ്. അത് ഞാൻ അഭിനയിച്ച ഒരു മെന്റൽ ഇതായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എങ്ങനെ വേറെ പുതിയ വർക്ക്സ് അങ്ങനെ എന്തെങ്കിലും? പുതിയ വർക്കുകളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ, കിട്ടാനും പാടാണ്. എങ്ങനെ, അഭിനയമാണോ? ഇപ്പൊ സിനിമ വെച്ച് നോക്കുമ്പോ അഭിനയമാണോ ഇഷ്ടം, ഡയറക്ഷൻ, എഴുത്ത്, അങ്ങനെ? അഭിനയമാണ്. ഡയറക്ഷനും എഴുത്തൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ, ശ്രമിച്ചിട്ടില്ല. അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ അഭിനയത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആരെയാണ് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയാൻ. കാരണം നമുക്കൊരു ഇത് വേണമല്ലോ, നമുക്കൊരു വ്യക്തിത്വം, നമുക്ക് നമ്മുടേതായിട്ടൊരു ഇത് വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്. എന്തെങ്കിലും ഒരു ടൈപ്പ് ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടൈപ്പ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു നല്ലൊരു കുടുംബത്തിന്റെ ഒരു ഇതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.